Hi friends, today we are going to discuss about a simple topic. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലെ. ഈ ടോപ്പിക്കിന്റെ പേര് ഇഫ് ക്ലോസ് ഓർ കണ്ടീഷണൽ ക്ലോസ് എന്നാണ്. ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള സംഭവം നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതായിരിക്കും. പലപ്പോഴും പല ടൈമിലും നിങ്ങൾ സെന്റൻസുകളിലായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പേരൊരു വലിയ പേരൊക്കെ തന്നെയായിരിക്കും. ഇഫ് ക്ലോസ് ഓർ കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ് അല്ലെ. അപ്പൊ അതവിടെ നിന്നോട്ടെ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യം നിങ്ങളൊരു LP UP സെക്ഷൻ മുതൽ അല്ലെ, LP സെക്ഷൻ മുതൽ നിങ്ങളൊരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ത്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ ചിറകുകൾ വെച്ച് ആകാശത്തിലൂടെ പറന്നേനെ എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെ നമ്മൾ ഒരുപാട് സെന്റൻസുകൾ ആ സമയത്ത് മേക്ക് ചെയ്യാൻ പറയും അല്ലെ. ഇഫ് ഐ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇമാജിനറി സെന്റൻസുകൾ അങ്ങനെ LP തുടങ്ങും, UPയിലോട്ട് വരും, ഹൈസ്കൂൾ, എങ്ങനെ എല്ലാ സെക്ഷനിലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ പേര് പറഞ്ഞിട്ട് ആ ഗ്രാമറിന്റെ ആ ഒരു ഹെഡിങ്സിന്റെ ഈ പറഞ്ഞ ഒരു ഇഫ് ക്ലോസ് ഓർ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് പറഞ്ഞിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിത് ഫുൾ ടൈം ചെറുപ്പം മുതൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കാം എന്താണ് ഈ സിമ്പിൾ ടോപ്പിക് എന്ന്. Conditional sentence are sentences which express a condition and its result. Okay, എന്താണ് if clause എന്ന് പറഞ്ഞാൽ? if clause എന്ന് പറഞ്ഞാലും conditional sentence പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. ഇത് ഏതെങ്കിലും ഞാൻ തിരിച്ചും മറിച്ചും പറയും, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ if clause എന്ന് പറഞ്ഞാൽ അതൊരു സെന്റൻസ് ആണ്. അതിലൊരു കണ്ടീഷൻ ഉണ്ടാവും, അതുപോലെ അതിനൊരു റിസൾട്ട് ഉണ്ടാവും അല്ലെ. ഒരു കാര്യം ഉണ്ടാവും, ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടും അല്ലെ. ഒരു കാര്യം ഉണ്ടാവും, ഒരു അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവും, ഒരു വസ്തു ഉണ്ടാവും, ഒരു സെന്റൻസ് ഉണ്ടാവും, അത് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം ഉണ്ടാവും അല്ലെ. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റേത് സംഭവിക്കും അല്ലെ. ഒരു സാധനം ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതും കൂടെ ഹാപ്പൺ ആവും. ഓക്കെ, അങ്ങനെ രണ്ടവസ്ഥ, ഒരു കണ്ടീഷനും അതിനൊരു റിസൾട്ടും ഉണ്ടാവും. ഇങ്ങനെ രണ്ട് സെന്റൻസ് നിർബന്ധമാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടീഷണൽ സെന്റൻസ്. ഐ മീൻ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നതിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഹാസ് 2 പാർട്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് പാർട്ടാണ് ഇഫ് ക്ലോസ്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. രണ്ട് പാർട്ടാണ് ഉണ്ടാവുക, ഒന്ന് ഇഫ് ക്ലോസും മറ്റൊന്ന് മെയിൻ ക്ലോസും. ഓക്കെ, ക്ലിയർ? കണ്ടീഷണൽ സെന്റൻസിന് രണ്ട് പാർട്ട് ഉണ്ടാവും, ഒരു ഇഫ് ക്ലോസ്, ഒരു മെയിൻ ക്ലോസ്. ഓക്കെ, അതിൽ ഈഫ് ക്ലോസ് എന്ന് പറയുന്നതാണ് കണ്ടീഷൻ, ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈഫ് ക്ലോസ് ആണ്. ആ കണ്ടീഷന്റെ റിസൾട്ട് കിട്ടുന്നതാണ് മെയിൻ ക്ലോസിൽ. ക്ലിയർ? എക്സാമ്പിൾ നോക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ പണ്ടേ പറയുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങളോട് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ് ആവും. എന്താണ് മക്കളെ ഈ ഈഫിനെന്താ? എങ്കിൽ അല്ലെ. പഠിക്കുകയാണെങ്കിൽ, ഒരു എങ്കിൽ എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട് അല്ലെ. ആ ഒരു മീനിങ് ഓർത്തു വെച്ചോളൂ. ആ ഒരു മീനിങ് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ സെന്റൻസും നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ എങ്കിൽ, നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും, നീ അത് കഴിക്കുകയാണെങ്കിൽ നീ ഒന്ന് ഹെൽത്തി ആവും അല്ലെ, നീ അവിടേക്ക് പോവുകയാണെങ്കിൽ അവനെ നിനക്ക് കാണാൻ സാധിക്കും അല്ലെ, നീ അത് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. ആ ഒരു സംഭവം കേട്ടോ, ഒരു കണ്ടീഷൻ ഒരു റിസൾട്ട്, ഒരു കണ്ടീഷൻ ഒരു റിസൾട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇഫ്. നോക്കാം. സോ രണ്ട് പാർട്ടുണ്ട്, ഇഫ് ക്ലോസ് ഓർ മെയിൻ ക്ലോസ്. ഇനി നമുക്ക് നോക്കാം ഈ കണ്ടീഷണൽ സെന്റൻസുകളെ എത്രയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ പൊതുവെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് പറയാ. ഓക്കെ, നിങ്ങൾ പല ഗ്രാമർ ബുക്കുകളിലോ പല ക്ലാസ്സുകളിലോ മറ്റു വീഡിയോസുകളിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കാണുക? 3 ആയിട്ടേ കാണുള്ളൂ. ഓക്കെ, പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 കണ്ടീഷനെ കാണുള്ളൂ. ശരിക്കും ഇത് 4 കണ്ടീഷൻ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആവും. ഇത് 4 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെ കണ്ടീഷൻസ് ആണ്? ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് 4 എണ്ണാണ്. ഐ മീൻ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത് 4 എണ്ണാണ്. ഫസ്റ്റ് വൺ കണ്ടീഷണൽ, സീറോ കണ്ടീഷണൽ സെന്റൻസ്. എന്താണ്? സീറോ കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്, തേർഡ് കണ്ടീഷണൽ സെന്റൻസ്. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിന് മക്കളെ ഒരു ഗതികെട്ട പേരൊക്കെ ഉണ്ട്. പ്രോബബിൾ കണ്ടീഷൻ ഓർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല.
ദെൻ സെക്കൻഡ് കണ്ടീഷനിൽ ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയും, തേർഡിന് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ കണ്ടീഷനും പേരിനും ഒന്നല്ല, അതിനുള്ളിൽ ചെയ്യാൻ പോകുന്ന സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രോബബിൾ, സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ ഇംപ്രോബബിൾ കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ നമ്മൾ ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയും. അതിന്റെ പുറമെ ഒരു സീറോ കണ്ടീഷനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് വരുന്ന സീറോ കണ്ടീഷണൽ എന്താണെന്ന് നോക്കാം. സീറോ കണ്ടീഷണൽ എന്താണെന്ന് നോക്കാം. അതിന് രണ്ട് പാർട്ട് ഉണ്ടല്ലോ, രണ്ട് പാർട്ട് ഉണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ഈഫ് ക്ലോസിന്റെ പാർട്ടും ഒരു മെയിൻ ക്ലോസിന്റെ പാർട്ടും ഉണ്ടാവും അല്ലെ. ഒരു ഈഫ് ക്ലോസിന്റെ പാർട്ടും ഒരു മെയിൻ ക്ലോസിന്റെ പാർട്ടും ഉണ്ടാവും അല്ലെ. എല്ലാത്തിനും ഉണ്ടാവും അല്ലെ. ഒരു ഈഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാവും, അതുപോലെ ഒരു മെയിൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ടാവും അല്ലെ. ഒരു മെയിൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ടും നിർബന്ധമാണ്. ഇങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടാവും. അപ്പോ ഇങ്ങനെ രണ്ട് പാർട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈഫ് ക്ലോസിൽ വരുന്നത്? ഈഫ് ക്ലോസിന്റെ കൂടെ വരുന്ന പാർട്ട് ഈ സീറോ കണ്ടീഷനിലാട്ടോ, ഇത് സീറോ കണ്ടീഷനിൽ മാത്രമാണ് ഈ കേസ് വരുന്നത്. ഈഫ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. എന്താണ്? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇവിടെയും എന്തായിരിക്കും? മെയിനില് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് V1 ആയിരിക്കും കേട്ടോ. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോ തന്നെ അതിൽ V1 ആയിരിക്കുമല്ലോ വരിക. നോക്കാം. സോ ഇഫ് V1 ഇത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് എന്ന് പഠിക്കാൻ മടിയുള്ളവർക്ക് ഇതാ ഇഫ് V1 എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇഫ് V1 ഇഫ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ആയുള്ള ബുദ്ധിമുട്ടില്ല അല്ലെ. ഇവിടെയും സിമ്പിൾ പ്രസന്റ്, അവിടെയും സിമ്പിൾ പ്രസന്റ്. ഇങ്ങനെ ആയിരിക്കും സീറോ കണ്ടീഷണലിന്റെ സ്ട്രക്ചർ വരാം. നോക്കാം. അതുപോലെ സീറോ കണ്ടീഷൻസ് അത് ജനറൽ ട്രൂത്തും ഗ്യാരണ്ടീഡ് റിസൾട്ടും ഉണ്ടാവും അല്ലെ. സയന്റിഫിക് ട്രൂത്തുകളൊക്കെ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും നടക്കുന്നതായിരിക്കും അല്ലെ. ഇത് നടന്നാൽ ഇത് ഉറപ്പാണ്. അത് മാത്രമല്ല, ഇത് സയന്റിഫിക് ആയിട്ടുള്ള ട്രൂത്ത് ആയിരിക്കും. ഇത് നടന്നാൽ ഇത് നടക്കും ഉറപ്പായിട്ട്. അപ്പൊ ഇതെന്തായിരിക്കും? അങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, ഗ്യാരണ്ടീഡ് റിസൾട്ട് ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ സീറോ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുക. നോക്കാം മക്കളെ, എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. എന്താ അല്ലെ മക്കളെ, ഈസി അല്ലേ. എക്സാമ്പിളിന് ഇപ്പൊ എക്സാമ്പിളിന് നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇഫ് യു ഹീറ്റ് ഐസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? ഇതിലോട്ടൊന്ന് നോക്കണം. ഇഫ് യു ഹീറ്റ് ഐസ്, ഇതെന്താണ്? ഈഫ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സീറോ കണ്ടീഷനിലാണെന്ന് മനസ്സിലാവും. സീറോ കണ്ടീഷനിൽ ഈഫ് ക്ലോസിൽ ഈഫ് പ്ലസ് V1 ആണെങ്കിൽ തൊട്ടപ്പുറത്തും V1 തന്നെ ആയിരിക്കും. ഓക്കെ, അതൊന്ന്. രണ്ട്, ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് അറിയാവുന്ന ട്രൂത്ത് ആണ് അല്ലെ. ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മെൽറ്റ് ആയി പോവും, സ്വാഭാവികം അല്ലെ. നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. കണ്ടോ, ഇവിടെയും സിമ്പിൾ പ്രസന്റ് തന്നെയാണ് അല്ലെ. ഡെസ് കണ്ടോ, ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, then നോക്കാം. ഇത് അപ്പൊ നിങ്ങൾ വിചാരിക്കും, എക്സാമിന് ഇവിടെ ഒരു സംഭവം കൊടുത്തു. ഇഫ് യു ആഡ് 2 and add 2 and 2, ഈ ബാക്കിയൊക്കെ പാട് നമ്മൾ ഉണ്ടാക്കണമെന്നാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതൊരു സെൻസ് ആണ്, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാ അല്ലെ. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളോട് പറയാം ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കം ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ളതേ മെയിൻ കോഴ്സിൽ വരുള്ളൂ. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് A+ കിട്ടും, അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്കത് പാസ്സാവാൻ കഴിയും, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് എക്സാം ജയിക്കും, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സും ഈസി ആവും. ഇങ്ങനെയൊക്കെ നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെയിൻ ക്ലോസ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുക അല്ലെ. അതാണ് മെയിൻ കോഴ്സ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയും കൂടെ വേണം കേട്ടോ. ഒട്ടും യോജിക്കാത്ത മെയിൻ കോഴ്സ് പോയിട്ട് കൊടുക്കരുത്. ഓക്കെ, ദെൻ ഇഫ് ഐ ആം സാഡ്, ഞാൻ സാഡ് ആകുകയാണെങ്കിൽ, എനിക്ക് സങ്കടം വന്നാൽ ഐ ഈറ്റ് ചോക്ലേറ്റ്. ഇതെന്താണ്? ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് അല്ലെ. ഒരു മാറ്റമല്ല. എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോക്ലേറ്റ് കഴിക്കും, അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇഫ് ഐ എം സാഡ് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. ഐ ഈറ്റ് ചോക്ലേറ്റ് എന്താണ്? ഇവിടെ എന്താ മക്കളെ വന്നിട്ടുള്ളത്? സിമ്പിൾ പ്രസന്റ് തന്നെയാണ്. നോക്കാം. ദെൻ ഇഫ് യു ഡോണ്ട് ഈറ്റ് ഇനഫ്, നീ നല്ല ആവശ്യത്തിനുള്ള ഭക്ഷണം നീ കഴിച്ചില്ലെങ്കിൽ യു ലോസ് വെയിറ്റ്, നിന്റെ വെയിറ്റ് നിനക്ക്
കുറയും. ഓക്കെ, ദെൻ ഇഫ് യു ഹീറ്റ് മെറ്റൽ, നിങ്ങൾ മെറ്റൽ എന്ത് ചെയ്യാ, അത് നിങ്ങളെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പാൻഡ്. സയന്റിഫിക് ട്രൂത്ത് ആണ് അല്ലെ. നോക്കാം, ഇഫ് യു ആഡ് 2 and 2, 2 അല്ലെ, 2 പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ മാത്സിൽ തന്നെ കറക്റ്റ് അല്ലേ മക്കളെ, യു ഗെറ്റ് 4 അല്ലെ. 2 പ്ലസ് അടിച്ച 4 തന്നെ കിട്ടുള്ളൂ. ഇതൊക്കെ എന്താണ്, മാത്തമാറ്റിക്കലി ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ദെൻ നോക്കാം, ഇഫ് യു ഫീൽ ഹോട്ട് ആവുകയാണെങ്കിൽ ഓപ്പൺ ദി വിൻഡോ. ഇതൊരു ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഒരു തരം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും നമുക്ക് ഈ പറഞ്ഞ ടെൻസ്, ഈ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കേട്ടോ. ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ? ഇഫ് യു ഫീൽ ഹോട്ട് ഓപ്പൺ ദ വിൻഡോ അല്ലെ. നിനക്ക് ചൂട് തോന്നുകയാണെങ്കിൽ നിനക്ക് ഡോർ ഓപ്പൺ ചെയ്താൽ. ഇത് രണ്ടും എന്താണ്, സിമ്പിൾ പ്രസന്റ് തന്നെയാണ് അല്ലെ. ഇഫ് ഹി കോൾസ്, നീ അവനെ വിളിക്കുകയാണെങ്കിൽ ടെൽ ഹിം ടു കോണ്ടാക്ട് മീ. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. ഇതൊക്കെ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെയും പ്രസന്റ് ആണ്, ഇവിടെയും പ്രസന്റ് ആണ്. ഓക്കെ, ഇഫ് യു ഗെറ്റ് ലോസ്റ്റ് ടെക്സ്റ്റ് മീ. നിനക്കത് നഷ്ടപ്പെടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യാ, എന്നെ ടെക്സ്റ്റ് ചെയ്തോളൂ. ഇംപെറേറ്റീവ് സെന്റൻസ് അല്ലെ. അപ്പോ എന്തായിരുന്നു മക്കളെ സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, തൊട്ടപ്പുറത്ത് മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അടുത്ത. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് കണ്ടീഷണൽ നോക്കാം. എന്താണ് ഫസ്റ്റ് കണ്ടീഷന്റെ മറ്റൊരു പേരാണ് പ്രോബബിൾ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കും. റിയൽ കണ്ടീഷൻ, പ്രോബബിൾ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പോസിബിൾ ആയിരിക്കും, സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഫസ്റ്റ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ, വളരെ ക്ലിയർ ആണ് അല്ലെ. ഇനി അതിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഒന്ന് ഇഫ് ക്ലോസ് ഉണ്ടാവും അല്ലെ. ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതുപോലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട് അല്ലെ. മെയിൻ ക്ലോസ് എന്ന് പറയുന്ന പാർട്ടും ഈഫ് ക്ലോസ് എന്ന് പറയുന്ന പാർട്ടും ഉണ്ട്. നോക്കാം മക്കളെ, ഇതാ ഈഫ് ക്ലോസ് എന്ന് പറയുന്ന പാർട്ടില് ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും വരിക. എവിടെ? പ്രോബബിൾ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇനി അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് മെയിൻ ക്ലോസ് ഇങ്ങനെ ഒരു കോമ ഇട്ടിട്ട് വരുന്ന മെയിൻ ക്ലോസിൽ എന്താ വരിക? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. മറക്കരുത്, V1 സിമ്പിൾ അല്ലെ. V3 വരുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. V1. ഓക്കെ, സോ അപ്പൊ സ്ട്രക്ചർ പഠിച്ചു വെച്ചു. ഫസ്റ്റ് പ്രോബബിൾ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷന്റെ പ്രോബബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ എന്താണ്? ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, തൊട്ടപ്പുറത്ത് മെയിൻ ക്ലോസിൽ വരുമ്പോ എന്ത് വരും? വില്ല്, ഷാള്, ക്യാന് പ്ലസ് V1. ക്ലിയർ? നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ എന്താണ് മക്കളെ? ഇഫ് പ്ലസ് സ്റ്റഡി വെൽ എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ എന്ത് വരണം? വില്ല് വരണം. കൂടെ ആര് വരണം? then V1 വരും. If you pass the test, if you will pass the test. Okay, if you study well, you will pass the test. Clear ആണല്ലോ. മെയിൻ ക്ലോസിൽ വില്ല് വന്നു, ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നു. ക്ലിയർ? ഓക്കെ. ഇഫ് ഐ സീ റിത ഞാൻ റിതയെ കാണുകയാണെങ്കിൽ ഐ വിൽ ടെൽ ഹർ, ഞാൻ അവളോടത് പറയും. ഇവിടെ വില്ല് വന്നു, ഇവിടെ എന്താ വന്നത് മക്കളെ? സിമ്പിൾ പ്രസന്റ്. ഇവിടെ വില്ല് പ്ലസ് V1 വന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, then if you run fast സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ you can catch, ഇവിടെ എന്ത് വന്നു? can പ്ലസ് V1 വന്നു. you can catch the train. നീ ഫാസ്റ്റ് ആയിട്ട് ഓടി പോവുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? ആ ട്രെയിൻ നിനക്ക് കിട്ടും. ഓക്കെ, then if it rains, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന എക്സാമ്പിൾ ആയിരിക്കും. if it rains, okay, we will stay at home. മഴ പെയ്യുകയാണെങ്കിൽ we will stay at home, വീട്ടിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഒക്കെ സാധ്യതയുണ്ട്. മഴ പെയ്യാൻ പോകുന്നതിന് മുമ്പായിരിക്കും ഇത് പറയുന്നത്. ഓക്കെ, then if you feel sick, you can go home. അസുഖം
ഫീൽ ചെയ്യുകയാണെങ്കിൽ, സിക്ക് വരികയാണെങ്കിൽ യു ക്യാൻ ഗോ ഹോം. കണ്ടോ, ക്യാൻ വരുന്നു, ഗോ എന്ന് പറയുന്ന V1 വരുന്നു. ഇവിടെ ഫീൽ സിക്ക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ, മറക്കരുത്. ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, ഇവിടെ എന്ത് വരും? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. ക്ലിയർ? ഇതാണ് പ്രോബബിൾ കണ്ടീഷൻ, ഐ മീൻ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ്. നോക്കാം. If we don't leave now, എന്താണ്? If we don't leave now, we will miss the train. ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. If we don't leave now, നീ ഇപ്പോ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ, ഡോണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്, പ്രസന്റിലാണ് നെഗറ്റീവ് യൂസ് ചെയ്യാൻ ഡോണ്ട് വരിക അല്ലെ. If we don't leave now, ഇപ്പൊ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ we will miss the train, നമുക്ക് എന്ത് ചെയ്യും? ട്രെയിൻ മിസ് ആവും. വില്ല് പ്ലസ് V1. ഓക്കെ, ക്ലിയർ ആണല്ലോ? V1 കൊടുത്തിട്ടുണ്ട്, വില്ലും കൊടുത്തിട്ടുണ്ട്. നോക്കാം അടുത്തത്. If I see him, I will invite him. ഞാൻ അവനെ കാണുകയാണെങ്കിൽ I will invite him, ഞാൻ എന്ത് ചെയ്യും? അവനെ ഇൻവൈറ്റ് ചെയ്യും. ക്ലിയർ? സിമ്പിൾ പ്രസന്റ്, if പ്ലസ് സിമ്പിൾ പ്രസന്റ്, വില്ല് പ്ലസ് V1. ക്ലിയർ? ഇഫ് യു ടെലിഫോൺ ഹിയർ, നീ അവളെ വിളിക്കുകയാണെങ്കിൽ ഷി മേ കം, അവള് വരുമായിരിക്കും. ഇങ്ങനെ എന്താണ്, ചെറിയൊരു ചാൻസ് കമ്മി വന്നപ്പോഴാണ് നമ്മള് ഒരു വില്ലിന് പകരം മേ യൂസ് ചെയ്തത്. അപ്പൊ വില്ലിനെ വേണമെന്നില്ല, മേ യൂസ് ചെയ്യും. മേ പ്ലസ് V1. Okay then. If you attend the class, നീ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ you can answer all the questions. You can answer all the questions. നിനക്ക് എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. കൂടുതലും ലൈഫിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. നീ അത് ചെയ്യുകയാണെങ്കിൽ എനിക്കത് കിട്ടും എന്നൊക്കെ നമുക്ക് ആളുകളോട് പറയാൻ കഴിയും. ഓക്കെ, ഇഫ് യു റൈറ്റ് ദ എക്സാം, ഇഫ് യു റൈറ്റ് ദ എക്സാം, ദ സിമ്പിൾ പ്രസന്റ് ആണ്. നോക്കി, ഇഫ് യു റൈറ്റ് ദ എക്സാം, നീ എക്സാം എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്, യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. വില്ല് വന്നു മക്കളെ, എന്താ വന്നത്? വില്ല് വന്നു, V1 വന്നു. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ക്ലിയർ ആയല്ലോ? Okay then. If you don't study, negative, if you don't study, നീ പഠിച്ചിട്ടില്ലെങ്കിൽ you will fail, നീ ഫെയിൽ ആവും. ഓക്കെ, ഇവിടെ പോയും V1 തന്നെയാ കേട്ടോ. വില്ല്, ഷാള് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ V1 തന്നെയാണ് വരിക. അവിടെ ഡോണ്ട് വരുന്നത് എന്നുള്ള ഒരു മാറ്റം മാത്രം. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? സീറോ കണ്ടീഷണൽ പറഞ്ഞു. സീറോ കണ്ടീഷണൽ എന്തായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ്, ഇതിന് തൊട്ട് മുമ്പുള്ള സ്ലൈഡ് എല്ലായിരുന്നു നമ്മൾ എടുത്തിരുന്ന, ഒന്ന് പറഞ്ഞ്. സീറോ കണ്ടീഷണൽ എന്തായിരുന്നു? ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഇഫ് ക്ലോസിൽ, ഒപ്പം എന്തായിരിക്കും? മെയിൻ ക്ലോസും എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇഫ് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഇനി പ്രോബബിൾ കണ്ടീഷനിലോട്ട് വരുമ്പോ എന്തായിരുന്നു? ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. മെയിൻ ക്ലോസിൽ വരുമ്പോ വില്ല്, ഷാള്, അതുപോലെ ക്യാന്, മേ പ്ലസ് V1. ക്ലിയർ? നെക്സ്റ്റ് വൺ സെക്കൻഡ് കണ്ടീഷണൽ. സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയും. അതുപോലെ ഇംപ്രോബബിൾ, പ്രോബബിൾ കണ്ടീഷൻ പഠിച്ചു. സെക്കൻഡ് വൺ ഇംപ്രോബബിൾ കണ്ടീഷൻ. എന്താണ് ഇത്? അൺലൈക്ലി, അൺറിയൽ, ഇമ്പോസിബിൾ, ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പൊ ഇതെന്തോ നടക്കുന്നില്ല അല്ലെ, ഐ മീൻ ഫ്യൂച്ചറിൽ നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു കാര്യം പാസ്റ്റിൽ ടെൻസ് യൂസ് ചെയ്ത് പറയാ. എന്താ അല്ലെ? ഇത് തന്നെയാണ് ഗ്രാമറിന് ചില സമയത്ത് ഒരു മാജിക് ഉണ്ട്. ആ മാജിക് ആണ് ഇത് അല്ലെ. ഐ മീൻ ആളിപ്പോ കൈയും കാലൊക്കെ ഒടിഞ്ഞ് കിടക്കാന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ആള് പറയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആ സ്പോർട്സിൽ ഞാൻ വിജയിച്ചേനെ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് വിൻ ചെയ്തു. പോകാനൊരു സാധ്യതയില്ല. അവിടെ കൈയും കാലം ഒടിഞ്ഞു കിടക്കുന്ന ആൾ എന്തായാലും അത് മാറിയിട്ട് പോവില്ല, 100% ഉറപ്പാണ്. അപ്പൊ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ്. അത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയുക. അതാണ് ഇംപ്രോബബിൾ കണ്ടീഷന്റെ പ്രത്യേകത. നോക്കാം. അപ്പോ ഫ്യൂച്ചറിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ആൾക്ക് അവിടെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ എനിക്ക് ആ ട്രെയിൻ കിട്ടിയെന്ന് പറയും അല്ലെ. ഒരിക്കലും നടക്കില്ല, ആള് പോകാൻ ഒരിക്കലും അവൾക്ക് സാധിക്കില്ല അല്ലെ. അപ്പൊ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമാജിനറി. ഇമാജിനറി എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയാണ്, ഒരിക്കലും നടക്കില്ല. വെറുതെ അങ്ങ് ഇമാജിൻ അല്ലേ. എനിക്ക് 2 ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയിട്ട് ഇപ്പൊ അവിടെ ആകാശത്ത് പോയിട്ട് ആ പക്ഷികളുടെ കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേനെന്നൊക്കെ നമ്മൾ പറയും. ഇമാജിൻ ആണ്, ഒരിക്കലും നടക്കില്ല. ഇതൊക്കെ പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഇംപ്രോബബിൾ കണ്ടീഷൻ യൂസ് ചെയ്യാം. ഐ മീൻ ദ സെക്കൻഡ് കണ്ടീഷൻ യൂസ് ചെയ്യാം. നോക്കാം. ഇവിടെ വരുമ്പോ പാസ്റ്റ് സിമ്പിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നടക്കാത്ത ഫ്യൂച്ചറത്തെ കാര്യം പറയാൻ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അതാണ് ഈ ടെൻസിന്റെ ഒക്കെ ഒരു, ഈ ഗ്രാമറിന്റെ ഒക്കെ ഒരു മാജിക് എന്ന് പറയുന്നത്. നോക്കാം.
ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി, ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ഇഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ആയിരിക്കും ഈഫ് ക്ലോസിൽ വരിക അല്ലെ. ഈഫ് ക്ലോസിൽ വരുന്നത് ഈഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ആയിരിക്കും. അപ്പൊ മെയിൻ ക്ലോസിൽ എന്താ വരിക? നേരത്തെ എന്താ വന്നിരുന്നത്? നേരത്തെ വന്നിരുന്നത് എന്തായിരുന്നു? വില്ല്, ഷാള്, മേ ഒക്കെ ആയിരുന്നു. അതിന്റെ നേരെ പാസ്റ്റ് വരും വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ക്ലിയർ ആണല്ലോ. പക്ഷെ അതിന്റെ കൂടെ V1 തന്നെയാണ് കേട്ടോ വരിക. ഓക്കെ ദെൻ ഈഫ് ഫാസ്റ്റ് സിമ്പിൾ നോക്കാം. ഈഫ് ഫാസ്റ്റ് സിമ്പിൾ ഇവിടെ അധികം ഇതായിരിക്കും അധികം എക്സാമിനൊക്കെ വരിക. കാരണം മറ്റേത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ നിങ്ങൾ വേഗം അപ്പുറത്ത് വില്ല് കൊടുക്കും. അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ആവും. ഇത് നിങ്ങൾക്ക് പാസ്റ്റ് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പൊ എങ്ങനെയാണ് നോക്കാം. ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി, എനിക്ക് ഒരുപാട് പൈസ മണി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാർ വാങ്ങിയതിന് ഒരു സാധ്യതയില്ല കേട്ടോ. പൈസ ഉണ്ടാവാനും പോകുന്നില്ല, അതുപോലെ കാർ വാങ്ങാനുള്ള സാധ്യതയില്ല. വെറുതെ അങ്ങ് പറയുകയാണ് കേട്ടോ. ഓക്കെ ദെൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാഡ് അല്ലെ, പാസ്റ്റ് ആണ് അല്ലെ. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? വുഡ്, ബൈ എന്താണ് മക്കളെ? V1 ആണ്. ക്ലിയർ. ദെൻ ഇഫ് യു ഇൻവൈറ്റഡ് ഹിം, ഇൻവൈറ്റഡ് പാസ്റ്റ് ആണ്. ഇഫ് യു ഇൻവൈറ്റഡ് ഹിം, അവന് വിളിച്ചിരുന്നെങ്കിൽ, ഇനി അവന് വിളിച്ചിരുന്നെങ്കിൽ ഹി വുഡ് കം, അവൻ വന്നേനെ. ഹി വുഡ് കം. ഓക്കെ ക്ലിയർ. ഇവിടെ വുഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കം V1. ഓക്കെ ദെൻ ഇഫ് ഐ വോൺ എ ലോട്ടറി, എനിക്ക് ആ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ബിൽഡ് എ പാലസ്, ഞാനൊരു കൊട്ടാരം തന്നെ പണിതേനെ. ലോട്ടറി ഒന്നും ഒരിക്കലും അടിക്കാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അത് ഈ പ്രോബബിൾ കണ്ടീഷനിൽ കൊണ്ടുവന്ന് പറയുന്നത് കേട്ടോ. ഇഫ് ഐ വോൺ എ ലോട്ടറി ഐ വുഡ് ബിൽഡ് എ പാലസ്. ഓക്കെ ദെൻ ഇഫ് ഹി വേർ യങ്ങർ ഹി ഐ വുഡ് ആസ്ക് ഹിം ഔട്ട്, ഞാൻ എന്തായിരുന്നെങ്കിൽ, യങ്ങായിരുന്നെങ്കിൽ. എന്താണ് യങ്ങായിരുന്നെങ്കിൽ മക്കളെ? എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഹീന്റെ അടുത്ത് വേറോ ഹീന്റെ അടുത്ത് വേറോ അല്ലെ. എന്തോ ആവാന്നായെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെ. എന്തോ ആവാട്ടോ. ഇമാജിനറി കണ്ടീഷൻ പറയാൻ നമ്മൾ ഈ വേർ യൂസ് ചെയ്യും. അയിന്റെ കൂടെയും ഹീന്റെ കൂടെയൊക്കെ ഇമാജിനറി കണ്ടീഷൻസ് പറയാൻ ഈ കണ്ടീഷന്റെ കേസിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. ഓക്കെ വാസല്ല കേട്ടോ. നോക്കാം. ഇഫ് ഹി വേർ എ യങ്ങർ ഐ വുഡ് ഹാസ് ഹിം ഔട്ട്. ഓക്കെ ഇപ്പൊ ആള് ഓൾഡ് ആണ്, ഇനി ഒരിക്കലും യങ് ആവാൻ പോകുന്നില്ല. പക്ഷെ യങ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നേ? ഔട്ടൊക്കെ ഒന്ന് പറയാനുള്ള ധൈര്യമൊക്കെ ഒന്ന് കാണിക്കും അല്ലെ. ഓക്കെ then അടുത്തത് ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്റ്റ് ആണ് കേട്ടോ. യു വുഡ് ഗെറ്റ് എ പ്ലസ്, വുഡ് പ്ലസ് V1, നിനക്ക് A+ കിട്ടിയേനെ. പരീക്ഷയുടെ റിസൾട്ട് വന്ന് തോറ്റിരിക്കുകയായിരിക്കും. പക്ഷെ എന്താണ് പറയുന്നത്? ഇഫ് യു സ്റ്റഡീഡ് വെൽ you would get A+. Clear? Okay then. If you won the match, we would celebrate. മാച്ചിൽ വിജയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? സെലിബ്രേറ്റ് ചെയ്തേനെ. ഒരിക്കലും സാധ്യതയില്ല കേട്ടോ. അത് മാച്ച് ഇങ്ങനെ തോൽക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇഫ് യു വൺ ദ മാച്ച്, നമ്മൾ മാച്ചിൽ ജയിക്കുകയാണെങ്കിൽ വി വുഡ് സെലിബ്രേറ്റ് ചെയ്തേനെ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ ദെൻ അടുത്തത് ഇതൊക്കെ ഇമാജിനറി കണ്ടീഷൻ ആട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇമാജിൻ ചെയ്യുക. വെറുതെ അങ്ങ് ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിട്ടൊക്കെ ഇരിക്കാറുണ്ട് പല ആളുകളും. നോക്കാം. ഇഫ് ഐ വേർ യു, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നു. ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ സ്ഥാനത്ത് വരില്ല. നമ്മൾ വെറുതെ അങ്ങ് പറയും നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്തേനെന്നൊക്കെ പറയാം. ഇവിടെ ഒരിക്കലും നമുക്ക് ആ വ്യക്തിയുടെ സ്ഥാനത്ത് ആവാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പറയും അല്ലെ, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി തല്ലി പൊളിച്ച് പോന്നേനെ എന്നൊക്കെ പറയില്ലേ. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ ഞാൻ അടിച്ച് പൊളിച്ചേനെ എന്നൊക്കെ പറയും. ഒരിക്കലും ആ സ്ഥാനത്തേക്ക് നമ്മൾ വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ തള്ളി മറിച്ച് പറയാറുണ്ട് അല്ലെ. അതിനാണ് ഇമാജിനറി യൂസ് ചെയ്യുന്നത്. ഇവിടെയും നോക്കിയ വാസല്ല കേട്ടോ, വേറാണ്. അത് ഇവിടുത്തെ ഒരു കണ്ടീഷൻ ആണ്. ഇത് കാണാതെ തന്നെ ഓർത്തു വെക്കാം കേട്ടോ. ഇഫ് ഐ വേർ യു, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഐ വുഡ് ലുക്ക് ഫോർ അനദർ ജോബ്, ഞാൻ ഈ ജോബൊക്കെ ഒഴിവാക്കി വേറെ ജോബ് നോക്കിയേനൊക്കെ നമ്മൾ വെറുതെ പറയും അല്ലെ. നോക്കാം. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ കുഡ് ഫ്ലൈ. ഇത് ഓർത്ത് വെച്ചാൽ തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സെക്കൻഡ് കണ്ടീഷനിൽ ഓർക്കാൻ കഴിയും. എന്താണ്? ഇമാജിനറി. ഇഫ് ഐ വേർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ. ഓക്കെ ഓർക്കുക. ക്യാൻ കുഡ് ആയിരിക്കും. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് V1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഈഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷനിന്റെ സ്ട്രക്ചർ എഴുതി വെക്കുക. ഒരൊറ്റ എക്സാമ്പിൾ എഴുതി വെക്കുക. ബാക്കിയൊക്കെ താനെ അങ്ങോട്ട് ഓർമ്മ വരും. ഓക്കെ ദെൻ തേർഡ് കണ്ടീഷണൽ അഥവാ ഇമ്പോസിബിൾ കണ്ടീഷൻ. അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇമ്പോസിബിൾ ആണ് അല്ലെ. അപ്പൊ ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം? അതൊരു ചോദ്യമാണല്ലോ അല്ലെ.
അപ്പൊ സെക്കൻഡ് കണ്ടീഷനും നടക്കാൻ സാധ്യതയില്ല, ഇതും ഒട്ടും നടക്കാൻ സാധ്യതയില്ല, അതും ഒട്ടും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ഫ്യൂച്ചറിൽ ഒട്ടും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം. ഒരാള് കൈയും കാലും ഒടിഞ്ഞ് അവിടെ കിടക്കുകയായിരുന്നെങ്കിൽ കൂടെ അയാൾ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ പോയി അടിച്ച് പൊളിച്ചേനെന്ന് വൈകുന്നേരം എന്ന് പറയും. നടക്കോ? ഇല്ല. ഫ്യൂച്ചറിൽ ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യം പാസ്റ്റിൽ ഇരുന്ന് പറയാം. നേരെ മറിച്ച് ഇത് അങ്ങനെയല്ല. ഇത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. പാസ്റ്റില് കഴിഞ്ഞു പോയ കാര്യമാണ്. തീർത്തും കഴിഞ്ഞു പോയി, ഇമ്പോസിബിൾ ആണ് അല്ലെ? പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ഇവിടെ ഇരുന്ന് അയവിറക്കിയിട്ട് വെറുതെ ഇരുന്ന് പറയുക. അങ്ങനെ പറയുന്നതാണ് ഈ ടെൻസ്. തേർഡ് കണ്ടീഷൻ. മറ്റേത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയില്ലാത്തത് പാസ്റ്റിൽ ഇരുന്ന് പറഞ്ഞതാണെങ്കിൽ ഇത് പാസ്റ്റിൽ തന്നെ നടന്നു കഴിഞ്ഞു പോയതാണ്, ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. നോക്കാം. ഇമ്പോസിബിൾ ആണ്, അൺഫുൾഫിൽഡ് ആണ്, അതുപോലെ ഇമാജിനറി സിറ്റുവേഷൻസ് ആണ്. ആൻഡ് ഇമാജിനറി സിറ്റുവേഷൻസ് ഇൻ പാസ്റ്റ് ആയിരിക്കും അല്ലെ? പാസ്റ്റിൽ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ പാസ്റ്റിലെ ഇമാജിനറി റിസൾട്ടും ആണ് കേട്ടോ. എല്ലാം പാസ്റ്റതാണ്. ഓക്കെ, നോക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെത് ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ്? ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവര്. ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്, ഇവിടെ ഒരു പ്ലസ് ഒന്നുമില്ല കേട്ടോ. ഈഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പ്ലസ് എന്തായിരിക്കും മക്കളെ? അപ്പൊ ഇവിടെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ ഇവിടെ പിന്നെ മോശമാക്കാൻ പറ്റൂല്ല. എന്താ വരിക? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് വരും. ഓക്കെ, ഇങ്ങനെ എക്സാമിന് വരുമ്പോ നമുക്ക് സുഖമാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ. ഈ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഐ വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേത് കണ്ടീഷനാണ് നിങ്ങൾക്ക് ഗസ് അടിക്കാൻ സുഖം. കാരണം എന്താ? വുഡ് മാത്രമായിരുന്നെങ്കിൽ ഐ വുഡ് ബോട്ട് ദ ഹൗസ് എന്നായിരുന്നെങ്കിൽ നിങ്ങൾ അത് ഏത് കണ്ടീഷൻ കൊടുക്കും? ഐ വുഡ് ബോട്ട് ദ ഹൗസ് എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് കണ്ടീഷനാ കൊടുക്കുക? അതെന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും അല്ലെ? ഇംപ്രോബബിൾ കണ്ടീഷനായി. ഇതിവിടെ ഹാവ് ഉണ്ട്, ഐ വുഡ് ഹാവ് ഉണ്ട്. അപ്പൊ അതെന്തായി? ഇമ്പോസിബിൾ കണ്ടീഷനായി അല്ലെ? തേർഡ് കണ്ടീഷൻ. അതുപോലെ തന്നെ ഹാഡ് അല്ലെ? ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമിന് മാറ്റാൻ വരും. എക്സാമിന് നിങ്ങൾക്ക് മാറ്റാനല്ല വരിക, ഇതിന്റെ സെക്കൻഡ് മെയിൻ ക്ലോസ് എഴുതാനാണ് വരിക അല്ലെ? ഈഫ് ക്ലോസ് തന്നിട്ട് മെയിൻ ക്ലോസ് എഴുതാൻ വരും, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് തന്നിട്ട് ഈഫ് ക്ലോസ് എഴുതാൻ വരും. അങ്ങനെ വരുമ്പോ നിങ്ങൾ അതിലോട്ട് നോക്കുക. ഈഫ് ക്ലോസിൽ ഹാഡ് ഉണ്ടോ? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഹാഡ് ഉണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് വേണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. മറ്റൊരു കാര്യം, ഇതെന്തിനാ ഞാനിപ്പോൾ ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ് ഹി വുഡ് ഹാവ് പ്ലാസ്ഡ്. അപ്പൊ എന്തത് ഈഫ് ഇങ്ങോട്ട് വരുന്നത് ഹി വുഡ് ഹാവ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല? സെന്റൻസ് തിരിച്ചിടാൻ പറ്റുമെന്ന ചോദ്യം. ഹി വുഡ് ഹാവ് പാസ്ഡ് ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ്. സെന്റൻസ് തിരിച്ചിട്ടാ ഒന്നും സംഭവിക്കില്ല കേട്ടോ. സെന്റൻസ് തിരിച്ചിടാം. ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചൊരു ശീലമുണ്ട് നമുക്ക്. ഇങ്ങനെ എഴുതി ശീലിച്ചു പോയി നമ്മള്. അത്രേ ഉള്ളൂ. തിരിച്ചും ഇടാം മറിച്ചും ഇടാം, മീനിങ്ങിന് ഒരു മാറ്റമല്ല കേട്ടോ. നിങ്ങൾക്ക് ഹി വുഡ് ഹാവ് പാസ്ഡ് എന്നിട്ട് കോമ ഇട്ടിട്ട് ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ് കൊടുക്കാം. ഇതാ ഐ വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ് എന്ന് കോമ ഇട്ടിട്ട് ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. ഇതാ മെയിൻ കോഴ്സ് അങ്ങോട്ടും ഈഫ് കോഴ്സ് ഇങ്ങോട്ടും കൊടുക്കാം, ഈഫ് കോഴ്സ് അങ്ങോട്ടും മെയിൻ കോഴ്സ് ഇങ്ങോട്ടും ഒന്നും കൊടുത്താലും മീനിങ്ങിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇങ്ങനെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൂടെ ഇനി വരരുത്. ഓക്കെ, സോ നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വേണം എന്താണ് മക്കളെ? ഹാഡ് ആണ് അല്ലെ? പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയായിരിക്കും വരിക മക്കളെ? ഹാഡ് പ്ലസ് V3. പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാണാതെ പറയാൻ കിട്ടണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 പെട്ടെന്ന് പറയാൻ കിട്ടണം. ഓക്കെ, നോക്കാം. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. എന്താണ്? ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. ഹാഡ് പ്ലസ് V3. കണ്ടോ? ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. എനിക്ക് ആ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, ലോട്ടറി അടിക്കലും കഴിഞ്ഞ്, ലോട്ടറി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ്, അത് ലോട്ടറി ആർക്കും അടിച്ചും കഴിഞ്ഞ്, അയാൾ ആ ലോട്ടറി കീറി കളഞ്ഞ് കത്തിച്ച് കളഞ്ഞിട്ടാണ് ഇരുന്ന് ഈ ഡയലോഗ് പറയുന്നത്. നോക്കാം. എന്താണ്? ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. എനിക്ക് ആ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് ദ ഹൗസ്. എന്താണ് മക്കളെ? ഇത്രയും സമയം V1 യൂസ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്തു മക്കളെ? V3 യൂസ് ചെയ്തു അല്ലെ? മറ്റ് രണ്ട് കണ്ടീഷനിലും ഫസ്റ്റിനും സെക്കൻഡിനും നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു മക്കളെ? ഫസ്റ്റിനും സെക്കൻഡിനും എന്താ യൂസ് ചെയ്തിരുന്നത്? V1 ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, മറക്കരുത്. ഇവിടെ വന്നപ്പോ മാത്രമാണ് V3 യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ തേർഡ് കണ്ടീഷന്റെ സ്ട്രക്ചറിന് മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നത് അല്ലെ?
നോക്കാം, നമുക്ക് അടുത്ത് നോക്കാം. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ്, ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ്, എന്താണ് ഹാഡ് വന്നു, ഹാഡ് കണ്ടോടുകൂടി പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി, ED-Y3 ഫോം പാസ്റ്റ് പെർഫെക്റ്റ് ഫിക്സ് ചെയ്തു. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാഡ്, വർക്ക് ഹാഡ് ചെയ്തിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് പാസ്ഡ്, അല്ലെ വുഡ് ഹാവ് വന്നു, V3 വന്നു. ക്ലിയർ? ഓക്കെ. ദെൻ ഇഫ് യു ഹാഡ് ലെഫ്റ്റ് ബിഫോർ 8, അല്ലെ 8ന് മുമ്പ് അവൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ യു കുഡ് ഹാവ് കോട്ട് ദ ബസ്, ആ ബസ് കിട്ടിയേനെ, ബസ്സൊക്കെ പോയിട്ടോ. നോക്കാം. ഇഫ് യു ഹാഡ് വന്നു, ലെഫ്റ്റ് വന്നു, ഹാഡ് ലെഫ്റ്റ് വന്നാൽ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ വരുമ്പോ വുഡ് ഹാവ് ഷുഡ് ഹാവ് ഒക്കെ ഇപ്പുറത്ത് വരണം. സ്വാഭാവികമായിട്ടും യു കുഡ് ഹാവ് കോട്ട് ദ ബസ്, അല്ലെ എന്താണ് യു കുഡ് ഹാവ് കോട്ട് ദ ബസ്, ബസ് നിനക്ക് ലഭിച്ചേനെ, ബസ് നിനക്ക് കിട്ടിയേനെ എന്നുള്ള ഒരു മീനിങ്. ക്ലിയർ? കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഷീ ഹാഡ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ്, നീ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്തിരുന്നത്, ഹാഡ് പ്ലസ് അപ്ലൈഡ്, ഐ മീൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. ഷീ മൈറ്റ് ഹാവ് ഗോട്ട് ഇറ്റ്, ചാൻസ് ഒന്നും കൂടെ കുറയും. ഇവിടെ മൈറ്റിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഷുഡോ വുഡോ കുഡോ ഒക്കെ കൊടുക്കാം. അപ്പൊ ഇതെന്താ വെച്ചാൽ ഒന്നും കൂടെ ചാൻസ് കുറവ് വരികയാണ്, അല്ലെ? അപ്പൊ അത്രയേ ഉള്ളൂ. ഷീ മൈറ്റ് ഹാവ് ഗോട്ട്, മൈറ്റ് ഹാവ് വരും, V3 വന്നു, ഗോട്ട്. ഓക്കെ. ദെൻ ക്ലിയർ. ഇഫ് ഐ ഹാഡ് വോക്കപ്പ് ഏർലി, വേക്കപ്പിന്റെ V3 ഫോം ആണ് woken. Okay. If I had woken up early, I would have reached there on time. ഇനി ഒരിക്കലും സാധ്യതയില്ല, നേരത്തെ എണീറ്റിരുന്നെങ്കിൽ I would have reached there on time, കറക്റ്റ് സമയത്ത് എത്താമായിരുന്നു എന്ന് പറയാണ്, അല്ലെ? would have വന്നു, reached V3. ക്ലിയർ? ഓക്കെ. then if I had known her, എനിക്ക് അവളെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഓൾറെഡി അറിയായിരുന്നെങ്കിൽ I would have talked, I would have talked means എന്താണ്? V3. I would have talked to her, അല്ലെ? ഓക്കെ. then if I had invited her, എന്താണ്? if I had invited, had plus invited കാണുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് ക്ലോസിൽ നിന്നും ഇവിടെ നിങ്ങൾ വുഡ് ഹാവ് കൊടുക്കണം, വുഡ് ഹാവ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് V3 കൊടുക്കണം എന്നുള്ളതും നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കാണുന്നതോടുകൂടി ഇവിടെ ഒരു ഹാവിന്റെയും V3യുടെയും കാര്യം ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, ഇവിടെ എന്ത് വരും? ഹി വുഡ് ഹാവ് കം, അവനെ വിളിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അവൻ വന്നിരുന്നേനെ, ഹി വുഡ് ഹാവ് കം. ഓക്കെ. ക്ലിയർ? സോ എന്താണ് മക്കളെ, അത് ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ സെന്റൻസും കൂടെ ചെറിയൊരു ഷോർട്ട് ആയിട്ടൊരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മൾ പഠിച്ചല്ലോ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഒന്ന് റിവൈൻ ചെയ്ത്, ഈ ടേബിൾ നോക്കിയിട്ട് പെട്ടെന്നൊന്ന് റിവൈൻ ചെയ്ത്. ഇഫ് ക്ലോസ് പഠിച്ചു, ഇതിൽ സീറോന്റെ ഇല്ല കേട്ടോ, സീറോ കണ്ടീഷൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. കാരണം ശരിക്കും സീറോ കണ്ടീഷനിൽ ഒരു ടെൻസ് വരുന്നുണ്ട്, എന്നിരുന്നാൽ പോലും സീറോ കണ്ടീഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. സീറോ കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു വരിക? സീറോ കണ്ടീഷൻ ആയിരുന്നെങ്കിലും ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് അല്ലെ വരിക. ഈഫ് പ്ലസ്, ഇത് ടെൻസിന്റെ കേസിൽ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇവിടെയും എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കും അല്ലെ. ഇതായിരുന്നു നമ്മൾ സീറോന്റെ കേസിൽ, അത് ഇവിടെ വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ഓക്കെ. സിമ്പിൾ പ്രസന്റ് വില്ല് ഷാള് ക്യാൻ മേ പ്ലസ് V1 ആയിരിക്കും സിമ്പിൾ പ്രസന്റ്. നമ്മൾ പറഞ്ഞല്ലോ സിമ്പിൾ പ്രസന്റ് ഇഫ് യു സ്റ്റഡി വെൽ എന്താണ്? യു വിൽ get A plus, അല്ലെ? if you study well you will get A plus. നീ നന്നായി പഠിച്ചാൽ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? പഠിച്ചാൽ നിനക്ക് എന്ത് ലഭിക്കും? നിനക്ക് A plus കിട്ടും. സാധ്യതയുണ്ട് അല്ലെ. ഇതെന്താണ്? സാധ്യതയുള്ള നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ. ഇത് നമ്മുടെ സാധ്യതയില്ല ഫസ്റ്റ് കണ്ടീഷൻ ആണ്, ഐ മീൻ പ്രോബബിൾ കണ്ടീഷൻ ആണ് ഇത് കേട്ടോ. ഓക്കെ. ദെൻ സിമ്പിൾ പാസ്റ്റ്, ഇത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ആണ് അല്ലെ. ഇത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, ഐ മീൻ ഇംപ്രോബബിൾ കണ്ടീഷൻ അല്ലെ. ഐ മീൻ എന്താണ്? ഇംപ്രോബബിൾ. ഇത് പ്രോബബിൾ കണ്ടീഷൻ, ഇത് ഇംപ്രോബബിൾ കണ്ടീഷൻ. മറക്കരുത് കേട്ടോ, പ്രോബബിൾ ആണ്. അപ്പൊ വീണ്ടും പറയുമ്പോൾ ശരിയായിക്കോളും. ഇത് ഇംപ്രോബബിൾ കണ്ടീഷൻ അല്ലെ. ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇത് പ്രോബബിൾ ആണ്, ഇത് ഇമ്പോസിബിൾ ആണ് അല്ലെ. ഇത് ഇമ്പോസിബിൾ. ഇത് വീണ്ടും പഠിക്കുമ്പോൾ ഓർത്തോളൂ കേട്ടോ. ഓക്കെ. ദെൻ
അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷനിൽ എന്ത് വരും? ഇംപ്രോബബിൾ കണ്ടീഷനിൽ എന്താ വരും മക്കളെ? സിമ്പിൾ പാസ്റ്റ് വരും ഈഫ് ക്ലോസിൽ. അപ്പൊ ഇവിടെ എന്ത് വരും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ വരും അല്ലെ. ഈഫ് എന്ത് വരും? ഈഫിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വരും. ഇവിടെ എന്ത് വരും? വുഡ്, ഷുഡ്, കുഡ് പ്ലസ് V1 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് എന്താണ്? യു വുഡ് ഗെറ്റ് A+. ഓക്കെ ഓക്കെ. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോർമ്മ വരും? എന്തോർമ്മ വന്നു? ഹാർഡ് ഓർമ്മ വന്നു അല്ലെ. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരണം കേട്ടോ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഗ്രാമറിന്റെ സ്ട്രക്ചർ ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് വരും, ഹാഡ് പ്ലസ് V3 വരും അല്ലെ. ഇവിടെ എന്ത് വരും? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ഉണ്ടാവും സെന്റൻസിൽ അല്ലെ. ഈഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 ഉണ്ടാവും. ഹാഡ് പ്ലസ് V3 ഈഫ് ക്ലോസിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3 ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചെറിയ ഷോർട്ട് ടേബിൾ. ഈ ടേബിൾ എഴുതി വെക്കുക, അതിന്റെ കൂടെ ഓരോ എക്സാമ്പിൾ എഴുതി വെച്ചാൽ ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഒരുപാട് ഗ്രാമറുകളൊന്നും വരുന്നില്ല, വളരെ സിമ്പിളും ആണ്. അതുപോലെ 1, 2, 3 ഉള്ളൂ എന്ത് ടൈപ്പുകൾ വരുന്നത്. ഓക്കെ, സോ ഇഫ് ക്ലോസ് ഈസ് ഓവർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക. എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഗ്രാമർ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ബ്യൂട്ടിഫുൾ ഗ്രാമർ ടോപ്പിക്.